കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം ചോദിക്കുകയാണ് കോൺഗ്രസിനോട്, ഇങ്ങനെ ഒരു സമ്മേളനം നിങ്ങൾക്ക് നടത്തി കാണിക്കാൻ കഴിയുമോ? ഇങ്ങനെ ഒരു സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് കേരളത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം. സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഒരു ചാനൽ 1 to 1 ചോദിക്കുന്നതിനിടയിൽ സമ്മേളനത്തെക്കുറിച്ച് പൊതുവെ ചോദിച്ചപ്പോൾ ഏതൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന കൊതി തോന്നുന്ന നിലയിൽ സമയബന്ധിതമായി 3 വർഷത്തിനിടയിൽ സമ്മേളനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞത്, കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി സമ്മേളനം ഇതുപോലെ സമയബന്ധിതമായി നടത്താറില്ല. സമയബന്ധിതമായി സമ്മേളനം നടത്താത്തത് ശരിയല്ല, അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഒരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ ക്രമസമാധാനം ഭദ്രമായിരിക്കുന്നതിന് കോൺഗ്രസ് സമ്മേളനം നടത്താത്തതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന് സാർ, അത് കൺക്ലൂഡ് ചെയ്യാം. അത് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞത്, അപ്പൊ ക്രമസമാധാനം സംരക്ഷിക്കാൻ അറിയില്ല, നിങ്ങളുടെ ഭരണം ഒരു പരാജയമാണെന്ന് മന്ത്രി സമ്മതിച്ചു എന്നുള്ളതാണ്. അത് പുറത്തുനിന്നും പറഞ്ഞു, ഇപ്പൊ സഭയിലും പറഞ്ഞു. ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം ക്രമസമാധാനം തകരാതെ നോക്കലും ക്രമസമാധാനം തകർന്നാൽ അതിനെ പരിഹരിക്കലുമാണ്. അപ്പൊ തകരാതെ നോക്കൽ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിൽ എന്താണ് സാർ തെറ്റ്? ഒരു വർഗീയ കലാപം ഇല്ലാതെ നോക്കലും വർഗീയ കലാപം ഉണ്ടായതിനു ശേഷം പരിഹരിക്കലും ഉള്ളതുപോലെ തന്നെ ഇതും ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം?